ഇടപെടുന്ന വിഷയങ്ങളെല്ലാം താഴെ തട്ടിലുള്ള സാധാരണക്കാരന്റെ വിഷയങ്ങളാകുമ്പോൾ അതിന് നിറഞ്ഞ കയ്യടിയായിരിക്കും പ്രതിഫലം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ MP. ഒരു മെമ്പറെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ഇതുപോലെ വേണമെന്നാണ് കേരളം ഒന്നാകെ പറയുന്നത്. വെറുതെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ പോരാ, സംസാരിക്കാനുള്ള കഴിവ് വേണം, ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കണം. എന്തായാലും വടകരക്കാർക്ക് തെറ്റിയില്ല എന്ന് തന്നെ പറയാം. ഷാഫിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് സഭയിൽ തന്റെ ഊഴം വന്നാൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മിടുക്കുകൊണ്ടാണ്. അവതരണ ശൈലി കേട്ടാൽ ആരും നിശബ്ദരായി ഇരുന്നു പോകും. കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ഷാഫി ഇന്നലെ സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാർ ഒരു മുടന്തൻ ന്യായവും പറയാതെ തല കുലുക്കി സമ്മതിച്ചിരിക്കുകയാണ്. വയനാട് ചുരത്തിന് ബദൽ റോഡായി പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ഗ്രീൻഫീൽഡ് ഹൈവേയുടെയും വടകരയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ഷാഫി പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ വളരെ അനുകൂല മറുപടിയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. കോഴിക്കോട് വഴി പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിനോടകം തന്നെ ഉറപ്പു നൽകി കഴിഞ്ഞു. ക്രിസ്തുമസ് സീസണിൽ നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് വിവിധ നഗരങ്ങളിൽ നിന്നും ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി ഷാഫിക്ക് ആ മറുപടി നൽകി. കൊയിലാണ്ടിയിലും വടകരയിലും തലശ്ശേരിയിലും പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കും. കൊയിലാണ്ടി സ്റ്റേഷൻ ഈ ഭരണ കാലയളവിൽ തന്നെ നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വടകരയ്ക്കും കോഴിക്കോടിനും ഇടയിലുള്ള ദൂരം കൊണ്ട് തന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് കൊയിലാണ്ടിയിൽ സ്റ്റോപ്പ് അനുവദിക്കേണ്ടതിന്റെ അനിവാര്യത മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും ഷാഫി പറഞ്ഞു. കോഴിക്കോട് മംഗലാപുരം റൂട്ടിൽ നേത്രാവതിക്ക് ശേഷം 3 മണിക്കൂറിലധികം ഇടവിട്ടേ അടുത്ത ട്രെയിനുള്ളൂ എന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്താനായി എന്നും ഷാഫി പറഞ്ഞു. പരശുവിലെയും പാസഞ്ചറിലെയും തിരക്കിന്റെ സാഹചര്യങ്ങളും വിശദീകരിച്ചതുകൊണ്ട് മേലിടവേളകളിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുവാൻ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പാലക്കാട്, ഷൊർണൂർ, കോഴിക്കോട് വഴി രാത്രി മംഗലാപുരത്ത് എത്തി തിരിച്ച് രാവിലെ നേരത്തെ മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട രീതിയിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്ന കാര്യത്തിന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്നും ഷാഫി പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച ചെയ്ത് നടപ്പിലാക്കുമെന്നും ഷാഫി വ്യക്തമാക്കി.